സൗജന്യ കോവിഡ്-19 വാക്സിനേഷൻ വലിയ നേട്ടമായാണ് ബി.ജെ.പി ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് അപൂർവമായി ഗുരുതര പാർശ്വഫലം കാണിച്ചിട്ടുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രസെനെക്ക യു.കെ. കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇതോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി. ഒരുമിച്ച് ഇന്ത്യ കോവിഡ്-19 പരാജയപ്പെടുത്തും എന്ന അടിക്കുറിപ്പും മോദിയുടെ ചിത്രത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോവിഷീൽഡ് വാക്സിൻ അപൂർവം ചില സാഹചര്യങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് നീക്കം. തന്റെ ഏറെ കൊട്ടിയാഘോഷിച്ച ആ തലപ്പടം മോദി വെട്ടിക്കളഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം ഒഴിവാക്കിയത് എന്നാണ് വെപ്പ്. പക്ഷേ ഇനി കുടുങ്ങുമെന്ന് ഉറപ്പായാൽ തന്റെ ചിത്രമേ വേണ്ട എന്ന് മോദി തീരുമാനിക്കുകയായിരുന്നു. വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന TTS എന്ന അവസ്ഥയുണ്ടാകാമെന്നാണ് കമ്പനി സമ്മതിച്ചത്. യു.കെ. ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കിയിരുന്നത്. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് കോൺഗ്രസ് വിമർശിച്ചു. അതേസമയം ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് ബി.ജെ.പി കമ്മീഷൻ വാങ്ങിയെന്ന് സമാജ്വാദ് പാർട്ടി ആരോപിച്ചു. വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് RJD ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് 2021 പുറത്തു വന്ന ശേഷവും ഇന്ത്യയിൽ യാത്രാനുമതി പോലും നിഷേധിച്ചു. വാക്സിൻ സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിച്ചു എന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ബി.ജെ.പി മറുപടി പറയണമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. അതേസമയം അഭിഭാഷകനായ വിശാൽ തിവാരി കോവിഷീൽഡിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്നും ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കിടെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദവും ചർച്ചയാണ്. കോവിഡ് സമയത്ത് രാജ്യം മുഴുവൻ സ്വീകരിച്ചിരുന്ന വാക്സിൻ പിതാവിന് നൽകിയിരുന്നില്ലെന്ന് MLA ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ലൈവിൽ ന്യായീകരിക്കുന്നത്.